നമസ്കാരം, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. RRB NTPCയുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ് എന്നുള്ളത് കുറേ ആളുകൾ ഇങ്ങനെ തപ്പി നടക്കുന്ന സമയമാണ്. കാരണം എന്താ, എക്സാമിനേഷൻ ഏപ്രിൽ ലാസ്റ്റിലേക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇനി എക്സാമിനേഷൻ വൈകാനായിട്ട് സാധ്യതയുണ്ടോ? കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഒരു ഉത്തരം നൽകുക, ഒരു വിശദീകരണം നൽകുക. എന്താണ് എക്സാമിനേഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ അത് വൈകുന്നുണ്ടോ, എപ്പോഴത്തേക്കാണ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ആപ്ലിക്കൻസ് RRB NTPC CBT 1 എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുടെ ആപ്ലിക്കേഷൻ നമ്പർ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നത്തേക്ക് എക്സാമിനേഷൻ ഉണ്ടാകുമെന്ന് ഒഫീഷ്യലായിട്ട് RRBയിൽ നിന്നൊരു വിവരവും വന്നിട്ടില്ലെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് RRB JEയുടെ എക്സാമിനേഷന്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം RRB എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് 22/4/2025 എന്ത് ചെയ്യാൻ പോകുന്നത്, CBT 2 എക്സാമിനേഷൻ, അതായത് JEയുടെ CBT 2 എക്സാമിനേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, CBT 1 ഓൾറെഡി കഴിഞ്ഞു. CBT 2 എക്സാമിനേഷൻ അത് ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് നടക്കുക. അതായത് ഏപ്രിൽ മാസം ലാസ്റ്റ് നടക്കേണ്ടുന്ന എക്സാമിന് ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 ദിവസം മുമ്പ് തന്നെ അടുത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാരാമെഡിക്കൽ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ, പാരാമെഡിക്കലിന്റെ CBT എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, അതും നടക്കാനായുള്ള ഡേറ്റ് വന്നു. 28 ഏപ്രിൽ തൊട്ട് 30 ഏപ്രിൽ വരെ, 28 ഏപ്രിൽ തൊട്ട് 30 ഏപ്രിൽ വരെയാണ്. അപ്പം ഏപ്രിൽ ലാസ്റ്റ് വരെ നടക്കാനുള്ളതിന്റെ കലണ്ടർ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റുകൾ RRB പബ്ലിഷ് ചെയ്തു. അതിന്റെ അർത്ഥം ഇനി എന്ത് ചെയ്യാൻ സാധ്യതയില്ല, ഏപ്രിൽ മാസത്തിൽ എക്സാമിനേഷൻ നടത്താനായിട്ട് സാധ്യതയില്ല. ഏപ്രിൽ മാസം നടക്കാൻ സാധ്യതയില്ല. പിന്നെ എപ്പോഴാണ്, പിന്നെ മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, പിന്നെ എപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്? ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ CGL അതേപോലെ CHSL എക്സാമിനേഷൻസ് വരാൻ പോവുകയാണ്. അതിന്റെ കലണ്ടർ, ഒരു ആനുവൽ കലണ്ടർ ഓൾറെഡി SSC എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ CGL എക്സാമിനേഷൻ. ഇതിന്റെ എല്ലാം സെന്ററുകൾ ഒന്നാണെന്ന് നമുക്കറിയാം അല്ലെ. RRB ആയിക്കോട്ടെ, അതേപോലെ SSC ആയിക്കോട്ടെ, ഇവരൊക്കെ നടത്തുന്ന CBT മോഡൽ എക്സാമിനേഷൻസിന്റെ സെന്റർ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അവിടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025, അതിന് ടയർ 1 എക്സാമിനേഷൻ നടക്കാനായിട്ട് സാധ്യത ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അതായത് സാധാരണഗതിയിൽ നോക്കിയാൽ ജൂൺ മിഡ് തൊട്ടാണ്, ജൂണിന്റെ ഒരു പകുതി തൊട്ടാണ്, ഒരു 15 ആ ഒരു സമയത്തേക്കാണ് CGL എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. then അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന മറ്റൊരു എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. അവിടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ളത്, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജൂൺ മാസം പകുതിക്ക് മുൻപായിട്ട് എന്തായാലും എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും, NTPCയുടെ CBT 1 എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏപ്രിൽ മാസം ഇനിയും എന്ത് കാണാൻ സാധ്യതയില്ല, CBT 1 എക്സാമിനേഷൻ NTPC കാണാൻ സാധ്യതയില്ല. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഓൾറെഡി 30-ാം തീയതി വരെയുള്ള പാരാമെഡിക്കലിന്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തെയെങ്കിലും ഗ്യാപ്പ് ഈ എക്സാമിനേഷൻ ഡേറ്റ് ഇട്ടിട്ട് എക്സാമിന് ഉണ്ടാവണം. ഒരു മാസമെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനുശേഷം നമുക്ക് ജൂൺ മാസമാണെങ്കിൽ ജൂൺ പകുതി ഒരു 15ഓട് കൂടിയൊക്കെ CGL എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഒരു ജൂലൈ മാസം വരെ, ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും CHSL കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഫില്ലാണ്, അതായത് ജൂൺ ജൂലൈ മാസങ്ങളെല്ലാം ഫില്ലായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഏത് മാസമാണ് മക്കളെ, ഇതിനിടയ്ക്കുള്ള മെയ് ജൂൺ മാസങ്ങളാണ്. ഏതാണ്, മെയ് ജൂൺ മാസങ്ങളാണ്. അപ്പൊ മെയ് മാസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും, ഈ പറയുന്ന NTPC എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ കഴിയും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഏപ്രിൽ ലാസ്റ്റ് ആണ്, ഒരു 15 ദിവസമെങ്കിലും കുറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് നമുക്ക് കിട്ടാനായിട്ട് പോവുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ പഠനത്തിന് ഒരു ലാസ്റ്റ് റൗണ്ട് റിവിഷൻ അല്ലെ, ഒരു ലാസ്റ്റ് റിവിഷൻ കൊടുക്കാനായിട്ടുള്ള ധാരാളം സമയം നമ്മുടെ മുൻപിലേക്ക് കുറച്ചുകൂടി നീട്ടി കിട്ടണം. അതിനെ അങ്ങനെ വേണം നമ്മൾ കാണാൻ. കുറച്ചുകൂടി പഠിക്കാനായിട്ട് നമുക്ക് അവസരം കിട്ടുന്നു, സമയം വിനിയോഗിക്കാനായിട്ട് കിട്ടുന്നു എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണ്? അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, മെയ് ജൂൺ മാസങ്ങളിൽ അല്ലെ, മെയ് ഒരു പകുതിയോടുകൂടി നമുക്ക് RRB NTPCയുടെ CBT 1 എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ കഴിയും. ഏകദേശം ഒരു മാസം മുമ്പ് എന്ത് കിട്ടണം, നമുക്ക് എക്സാമിനേഷൻ ഡേറ്റ് കിട്ടണം. അതായത് ഒരു ഏപ്രിൽ മാസം പകുതിക്ക് മുമ്പായിട്ട് നമുക്ക് കലണ്ടർ എന്ത് ചെയ്യും, അതായത്
എക്സാമിനേഷൻ ഡേറ്റ് സംബന്ധിച്ച ഇൻഫർമേഷൻ RRBയിൽ നിന്ന് വരുമെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ എക്സാമിനേഷൻ ഡേറ്റിന് ഒരു 10 ദിവസം മുമ്പായിരിക്കും കോൾ ലെറ്റർ നമുക്ക് കിട്ടുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം എക്സാമിനേഷൻ ഡേറ്റ് സംബന്ധിച്ച പ്രശ്നം മനസ്സിലായിട്ടുണ്ട്. ഏകദേശം ഒരു മെയ് മാസം പകുതിയോടുകൂടി RRB NTPC CBT 1 ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഗ്രാജുവേറ്റ് ആണ്, ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യമാണ്. ഏകദേശം അതിനോടൊപ്പം തന്നെ ജൂൺ മാസത്തിൽ തന്നെ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് ആ ഒരു സമയമൊക്കെ തന്നെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷനും ഏകദേശം പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും ഒരു ജൂൺ മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരു മെയ് ലാസ്റ്റ് ജൂൺ മാസത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഓക്കെ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ ഒരു എന്താണ് RTI അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏകദേശം 60+ ലാക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു 70 ലക്ഷം പേരോളം എന്ത് ചെയ്യുന്നുണ്ട്, 70 ലക്ഷം പേരോളം ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനും ഒക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും രണ്ടും കൂടി ചേർത്ത്, അണ്ടർ ഗ്രാജുവേറ്റ് കൂടി ചേർത്ത് ഏതാണ്ട് 1.5 കോടിയോളം ആളുകൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് പോവാണ്. അപ്പൊ ആ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇനി നമ്മുടെ മുൻപിൽ എത്ര സമയമുണ്ട്? അതായത് ഏപ്രിൽ മാസം ഇനി നമ്മുടെ മുൻപിൽ ഏകദേശം 30 ദിവസമുണ്ട്. ദെൻ മെയ് മാസം നമുക്കൊരു 15 ദിവസം പ്രതീക്ഷിച്ചാലും ഒരു 45 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. കൃത്യമായിട്ട് ഒരു ക്രാഷ് പ്ലാനിലൂടെ ഈ RRB NTPC എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. ഇനി കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. പഠിക്കുന്നതിലും കൂടുതലായിട്ട് റിവിഷൻ ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടി നന്നായി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മെയ് മാസം മിഡോടുകൂടി എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട് നമ്മുടെ ഒരു RRB NTPCയുടെ ക്രാഷ് ബാച്ച് നിലവിൽ എന്താണ്, റണ്ണിങ് ആണ്. ഈ ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും, ഓക്കെ, ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷിലും ക്ലാസ് കിട്ടും, അതേപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഓപ്റ്റ് ചെയ്യാം. ദെൻ മലയാളം ലാംഗ്വേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ക്ലാസ്സുകൾ കാണാം. അതേപോലെ തന്നെ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടാണ് CBT 1 പഠിക്കാം. ഇനി എല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ GKയിൽ നിന്ന് കവർ ചെയ്യും. ദെൻ മാത്സ് അതേപോലെ തന്നെ റീസണിങ് മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യും. ഓക്കെ, മാത്സ് റീസണിങ് മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യും. അതേപോലെ GKയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് CBT 1 എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ബാച്ചാണ് RRB NTPCയുടെ ക്രാഷ് ബാച്ച്. ഇനി ഓർക്കുക, CBT 1 മാത്രമല്ല, നിങ്ങൾക്ക് CBT 1 ക്രാഷ് ചെയ്തു, അതിനുശേഷം CBT 2 പഠിക്കണമെങ്കിൽ അവിടെ CBT 2ന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ, ഇതിനോടൊപ്പം തന്നെ കിട്ടും കേട്ടോ. CBT 2ന്റെ ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ CBT 1ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് CBT 1 ക്ലിയർ ചെയ്യാം. അതേപോലെ CBT 2ലേക്ക് എത്തുമ്പോഴത്തേക്ക് മുഴുവൻ ബാച്ചുകളും അല്ലെങ്കിൽ മുഴുവൻ ക്ലാസ്സുകളും എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു അടിപൊളി ബാച്ചാണ് RRB NTPCയുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പം ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട്, അതായത് ഇപ്പം അതിന്റെ അഡ്മിഷൻസ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്താണ്, ഒരു ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 8281223366. ഓക്കെ, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടോടുകൂടി, ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, ആ ഒരു ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഏകദേശം 2500+ രൂപയുടെ കോഴ്സാണ്. അത് നിങ്ങൾക്ക് ഒരു 1999 രൂപയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാനായിട്ട് പറ്റും. 1999 രൂപയ്ക്ക് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ദെൻ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, GKയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, കൃത്യമായുള്ളൊരു മെന്റർഷിപ്പ്, ദെൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഫുൾ കവറേജ്, ലൈവ് ക്ലാസ്സുകൾ കൂടി, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ലൈവ് ക്ലാസ്സുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 250 രൂപ മാത്രം പേ ചെയ്തൊരു ടെസ്റ്റ് പാക്ക് എന്നുണ്ട് അവൈലബിൾ ആണ്. 250 രൂപ മാത്രം പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പാക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു ടെസ്റ്റ് പാക്കിനകത്തിൽ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ കാണും, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ വരും, അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ വരും. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രയും സജ്ജീകരണങ്ങളോടുകൂടി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ടെസ്റ്റ് പാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ ആണ്, സെറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.
താങ്ക്